നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിവിറച്ചിരിക്കുകയാണ് പ്രതാപൻ. എന്നിട്ട് അയാൾ മഹാലക്ഷ്മിയോട് പറയുകയാണ്, മനഃപൂർവ്വമല്ല മോളെ അന്ന് ആക്സിഡൻ്റ് ഉണ്ടായത് എന്ന്. ഇത് കേട്ട മഹാലക്ഷ്മി പ്രതാപനോട് പറഞ്ഞു, ഞാൻ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും കണ്ണേട്ടനോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇനിയും എന്നെയും കണ്ണേട്ടനെയും ഉപദ്രവിച്ചാൽ കണ്ണേട്ടനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇതൊക്കെ കേട്ട് നേരെ പോയത് പ്രതാപൻ കണ്ണൻ്റെ അമ്മാവനെ കാണാനാണ്. മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ അമ്മാവനോട് പറയുന്നു. അങ്ങനെ പ്രതാപനും കണ്ണൻ്റെ അമ്മാവനും കൂടി വീണ്ടും കണ്ണനെ കൊല്ലാനായി പദ്ധതിയിടുന്നു. അയാൾ പറഞ്ഞു, അയാളുടെ മകൻ മേഘനാഥൻ തോമസ് വൈദ്യരുടെ അടുത്ത് കണ്ണൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കൊല്ലാൻ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന്. മഹാലക്ഷ്മിയും ലേഖയും കൂടി അമ്പലത്തിലേക്ക് പോകുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് മഹാലക്ഷ്മിയെ രക്ഷിച്ച അയ്യപ്പസ്വാമിയാണെന്ന് നമ്മൾ വിശേഷിപ്പിച്ച ചെറുപ്പക്കാരൻ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ ചെറുപ്പക്കാരൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ, ഇന്നിനി ആർക്കും ആപത്തൊന്നും വരുത്തല്ലേ. മഹാലക്ഷ്മിയെ കണ്ട ആ ചെറുപ്പക്കാരൻ മഹാലക്ഷ്മിയെ കാണാതെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നു. മഹാലക്ഷ്മിയും ലേഖയും തൊഴുതു കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്പലത്തിൽ വെച്ച് പതിവായി കാണുന്ന അമ്മയെ കാണുന്നു. മഹാലക്ഷ്മിയോട് അമ്മ ചോദിക്കുന്നു, ഇതാരാ കൂടെ എന്ന്. എൻ്റെ കൂട്ടുകാരി ലേഖയാണിതെന്ന് മഹാലക്ഷ്മി പറയുന്നു. നിങ്ങൾ പരസ്പരം എന്നും സ്നേഹിച്ച് ജീവിക്കണമെന്ന് അമ്മയും പറയുന്നു. അതേസമയം മഹാലക്ഷ്മി ലേഖയോട് അമ്മയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്നു. ലേഖ കുറെ ഫോട്ടോകൾ എടുക്കുന്നു. അതിനിടയിൽ അമ്മയുടെ തോളിൽ പിടിച്ച മഹാലക്ഷ്മിയുടെ കൈകൾക്ക് എന്തോ ദിവ്യശക്തി അനുഭവപ്പെടുന്നതായി തോന്നി. പെട്ടെന്ന് മഹാലക്ഷ്മി കൈ പിൻവലിച്ചു. അങ്ങനെ ലേഖ എടുത്ത ഫോട്ടോകൾ മഹാലക്ഷ്മി അവിടെ വെച്ച് തന്നെ നോക്കിയപ്പോൾ അമ്മയുടെ ഫോട്ടോകളെല്ലാം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്നും ലേഖയുടെ വീട്ടിൽ തിരിച്ചെത്തിയ അവർക്ക് അനന്തു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേഖ കണ്ണനോട് പറഞ്ഞ വിഷയം മഹാലക്ഷ്മിയോട് പറയുന്നു. എനിക്കൊരിക്കലും അമ്മയാകാനോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനോ കഴിയില്ല എന്ന് ലേഖ പറയുന്നു. അതുകൊണ്ട് നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കുഞ്ഞിന് നീ ജന്മം കൊടുത്താൽ നമുക്ക് രണ്ടുപേർക്കും ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമാകാം. എന്നാൽ ഇത് കേട്ട മഹാലക്ഷ്മി അത് സമ്മതിക്കുന്നില്ല. എനിക്കെൻ്റെ കണ്ണേട്ടൻ്റെ കുഞ്ഞിന് മാത്രം ജന്മം കൊടുക്കാനാണ് ആഗ്രഹമെന്ന് ലേഖയോട് പറയുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വരുന്ന മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നു, ലേഖ പറഞ്ഞ വിഷയം കണ്ണേട്ടൻ എന്നോട് ചോദിക്കാമായിരുന്നു എങ്കിൽ അപ്പോൾ തന്നെ ഞാൻ മറുപടി തരുമായിരുന്നു. വെറുതെ ലേഖയെ കൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിപ്പിക്കേണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നു, തനിക്കിഷ്ടമില്ലെങ്കിൽ ഇനി ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന്. അതിനുശേഷം മഹാലക്ഷ്മി കണ്ണനെ അമ്പലത്തിൽ വെച്ച് കാണുന്ന അമ്മയുമായി എടുത്ത ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. കണ്ണൻ നോക്കുമ്പോൾ കാണുന്നത് മഹാലക്ഷ്മിയും കണ്ണനുമായിട്ടുള്ള ഫോട്ടോകളാണ്. അത് കണ്ട മഹാലക്ഷ്മി പറയുന്നു, അന്ന് കണ്ണേട്ടനുമായി അമ്മ ഫോട്ടോ എടുത്തപ്പോഴും ഇതുപോലെ തന്നെയാണല്ലോ കണ്ടത്. കണ്ണേട്ട, നമ്മൾ കാണുന്നത് ഒരേ അമ്മയെ തന്നെയാണ്. അത് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.